ഇന്നത്തെ എപ്പിസോഡ് മകരവ്യൂഹത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആചാര്യസഭയിലെ മുരളിമേനോൻ ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. മുരളി ചേട്ടാ സ്വാഗതം. ഇന്ന് ആരാണ് ഇവിടെ പെർഫോം ചെയ്യാൻ വരണേന്ന് അറിയണ്ടേ? ആരൊക്കെയാ? എൻ്റെ ടീമാ, എൻ്റെ പ്രജകളാണ്, അതായത് കോസല രാജ്യത്തെ പ്രജകളാണെന്ന് വരുന്നത്. അപ്പോൾ പട്ടാമ്പിയിലെ ശ്രീ മഹർഷി വിദ്യാലയത്തിലെ കുട്ടികളാണ് വരുന്നത്. സ്വാഭാവികമായിട്ട് എൻ്റെ ടീമായതുകൊണ്ട് ഭയങ്കര പെട്ട ടീമാണ് വരണത്. സൂപ്പർ സ്റ്റാർസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ മഹർഷി വിദ്യാലയ. അപ്പൊ നമ്മുടെ ചുണക്കുട്ടികളൊക്കെ റെഡിയല്ലേ? ഇത് ആവേശമൊന്നും പോരല്ലോ. ഞാനൊരു ഇൻട്രൊഡക്ഷൻ തന്ന കണ്ടില്ലേ, നമ്മൾ പൊളിക്കും തകർക്കും എന്നൊക്കെ പറഞ്ഞേക്കണേ. റെഡിയല്ലേ? ആദ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, നമുക്ക് ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണ്ട. പേര് പറഞ്ഞു. എന്റെ പേര് നവനീത്. നവനീത് എത്ര ക്ലാസ്സിലാണ്? 9th പഠിക്കുന്നു. ഞാൻ അഞ്ജന 8th പഠിക്കുന്നു. 8th ഞാൻ പവിത്ര 7th പഠിക്കുന്നു. 7th അദ്വൈത് 8th ഗൗരി 8th. ഗൗരി 8th. ടെൻഷൻ ഉണ്ടോ ഗൗരിക്ക്? ഇല്ലല്ലോ, കൂളല്ലേ? ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നല്ല സുന്ദരിയാണ്, ഭയങ്കര രസമാണ് കാണാനായിട്ട്. ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, ചിരിക്കേണ്ട സമയത്ത് കേട്ടോ. ഇനി കഥ സ്കിറ്റ് തുടങ്ങിയിട്ട് കരയേണ്ട സമയത്ത് വരദ ചേച്ചി പറഞ്ഞ് ചിരിക്കാനായിട്ട് ടീം ക്യാപ്റ്റൻ പറഞ്ഞ് ഞങ്ങൾ മാറ്റില്ല എന്ന് പറയരുത്. ഓക്കെ, എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? മാതൃത്വം എന്ന സബ്ജക്റ്റ്. ഇത് ശ്രീരാമൻ വനത്തിലേക്ക് പോകുമ്പോൾ കൗസല്യയുടെ ഒരു ദുഃഖമാണ് അവിടെ നടക്കുന്നത്. അപ്പോ മതി, അത്രേ പറയാൻ പാടുള്ളൂ. നമ്മള് സസ്പെൻസുകൾ കളയരുത്. നമ്മളുടെ ടീം എല്ലാം അതിങ്ങനെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് അവസാനം ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് അവരൊക്കെ ഇങ്ങനെ ഞെട്ടണം നമ്മൾ എന്താ ചെയ്യണമെന്ന് കണ്ടിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ? ഫുൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് സെറ്റ് ആണല്ലോ? ഇനി നമുക്ക് റൂൾസ് എന്താന്ന് നോക്കാം. അത്യാവശ്യം അറിയാലോ, ഞങ്ങളെന്തോ മറ്റേ പാർക്കിലൊക്കെ നടക്കണം. ഓക്കെ, റൂൾസ് ഇത്രയേ ഉള്ളൂ. 3 കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മാർക്സ് ഇടുക. അതായത് പ്രസന്റേഷൻ, ആക്ടിങ്, ഡയറക്ഷൻ. 20 മാർക്കിൽ നമ്മുടെ മുരളിച്ചേട്ടൻ മാർക്ക് ഇടുമ്പോൾ ബാക്കി എല്ലാവരും 5 മാർക്കിലാണ് മാർക്ക് തരിക. ഇപ്പം എല്ലാ കാര്യങ്ങളും അറിയാലോ? അപ്പോൾ റൂൾസ് ഒക്കെ ക്ലിയർ ആണല്ലോ? പിന്നെ എൻ്റെ ടീം ആയതുകൊണ്ട് എനിക്ക് പുറത്ത് പറയാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ പറയാണ്, നല്ല ഉറച്ച് സംസാരിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം കേട്ടില്ല എന്നിട്ട് മാർക്കൊക്കെ കുറയ്ക്കും. എനിക്ക് മാർക്ക് ഇട ഒരു ഓപ്ഷനും ഇല്ല, എല്ലാവരും കൂടെ മാർക്ക് കുറയ്ക്കും. അപ്പോൾ ഉറച്ച് പറയാൻ നല്ല കോൺഫിഡൻസിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? ഇച്ചിരി ഉറക്കെ പറയാം. റെഡി അല്ലേ? അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീരാമ ജാനകീ നാഥ താടകാസുരമർദന ഇക്ഷ്വാകുകുല സംഭൂത രണപണ്ഡിത രാഘവ. ആദികവി വാൽമീകി എഴുതിയ രാമായണത്തിലെ കൗസല്യ മാതൃഭാവം തുളുമ്പുന്ന ഒരനശ്വര കഥാപാത്രമാണ്. ദക്ഷിണ കോസലത്തിലെ രാജകുമാരിയായ കൗസല്യ അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ പ്രഥമ പത്നിയാണ്. പ്രണാമം മാതാവേ. മകനെ, എന്താണ് മകനെ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? വല്ലാതെ വിശക്കുന്നുണ്ടോ? വരൂ, അമ്മ ഭക്ഷണം തരാം. മാതാവേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അമ്മയുടെ കയ്യിൽ നിന്നും ഭക്ഷണം കഴിക്കുവാൻ ആഗ്രഹവുമുണ്ട്. എന്നാൽ പിതാവായ ദശരഥന്റെ സത്യം പാലിക്കുവാനും കൈകേയി മാതാവിന്റെ ആഗ്രഹവും മൂലം
എനിക്ക് ഉടൻ തന്നെ വനവാസത്തിന് പോകണം. 14 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അമ്മയ്ക്ക് സന്താപമുണ്ടാകരുത്. മകനെ, മാതാവേ, മകനെ, ഇന്നു നീ വനത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്നെയും കൊണ്ടുപോകണം. നിന്നെ പിരിഞ്ഞ് അരനിമിഷം പോലും ജീവിക്കാൻ ഈ അമ്മയ്ക്ക് സാധിക്കില്ല. ദണ്ഡകാരണ്യത്തിൽ നീ പോവുകയാണെങ്കിൽ ഞാൻ കാലപുരിക്കു പോകും. മാതാവേ, പൈക്കിടാവിന് വേർപെട്ട പശുവിന്റെ ആദി ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടല്ലോ രാമ. വനവാസത്തിന് പോകണമെന്ന് രാജാവ് നിർബന്ധിച്ചാൽ പോകരുതെന്ന് പറഞ്ഞ് രാജാവിന്റെ ആജ്ഞയെ ലംഘിക്കാനും ഞാൻ മടിക്കില്ല. എന്റെ വാക്യത്തെ ലംഘിച്ച് രാജാവിന്റെ ആജ്ഞ അനുസരിച്ച് നീ വനത്തിലേക്ക് ഗമിച്ചാൽ ഞാൻ എന്റെ പ്രാണൻ ത്യജിക്കും. അരുത് മാതാവേ. പിന്നീട് മാനവ വംശം തന്നെ മുടിഞ്ഞു പോകും. മാതാവേ, അരുത്. പിതാവിനെ അനുസരിക്കുക എന്നത് പുത്രധർമ്മമാണ്. കൈകേയി മാതാവിന്റെ ആഗ്രഹം ഒരു മകൻ എന്ന നിലയിൽ നിറവേറ്റേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. എൻ്റെ ജന്മോദ്ദേശം സബലീകരിക്കാനാണല്ലോ ഞാൻ ഈ വനവാസത്തിന് പോകുന്നത്. അമ്മ എന്നെ അനുഗ്രഹിച്ച് വനത്തിലേക്ക് പറഞ്ഞയച്ചാലും. മകനെ, ബന്ധമാണെങ്കിൽ ഞാൻ വനത്തിലേക്ക് പോയിക്കോളാം. വത്സ, സൗമിത്രേ, കുമാര, നീ കേട്ടാലും നിനക്ക് എന്നോടുള്ള സ്നേഹവും വാത്സല്യവും എനിക്കറിയാം. എങ്കിലും നീ ഒന്ന് മനസ്സിലാക്കണം, നാം ഇന്ന് കാണുന്നതെല്ലാം നശ്വരമാണ്. ഈ ലോകത്ത് ശാശ്വതമായി ഒന്നുമില്ല എന്ന സത്യം നീ തിരിച്ചറിയുക. ക്രോധം ഒന്നിനും ഒരു പരിഹാരമല്ല. അതിനാൽ അറിവുള്ളവർ ക്രോധം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ജ്യേഷ്ഠ, എന്നോട് ക്ഷമിച്ചാലും അനുഗ്രഹിച്ചാലും. എഴുന്നേറ്റാലും വത്സ. മാതാവേ, ജ്യേഷ്ഠന്റെ കൂടെ വനത്തിലേക്ക് പോകാൻ എന്നെയും അനുവദിച്ചാലും. മകനെ, നീ രാമനെ സ്വന്തം പിതാവായ ദശരഥനായി കാണുക. സീതയെ എന്നെ പോലെ മാതാവായി കാണുക. ഘോരമായ വനത്തെ നീ അയോധ്യയായി കണ്ടാലും അങ്ങനെ നീ സുഖമായി വനത്തിൽ പോയി 14 വർഷത്തെ വനവാസത്തിനു ശേഷം ജ്യേഷ്ഠൻ രാമനോടൊപ്പം തിരിച്ചു വരിക. മാതാവേ, അനുഗ്രഹിച്ചാലും. എഴുന്നേറ്റാലും മക്കളെ. മാതാവേ, മനസ്സിൽ നിന്നും ദുഃഖമെല്ലാം കളയുക. ഞാനും ലക്ഷ്മണനും
ഉടനെ തന്നെ വനവാസത്തിന് പോവുകയാണ്. അമ്മ മനസ്സിൽ നിന്നും ദുഃഖമെല്ലാം വെടിഞ്ഞ് ഞങ്ങളെ പോകുവാൻ ആജ്ഞാപിക്കുകയേ വേണ്ടൂ. നമസ്കാരം മാതാവേ. താമസം വിന കാനനത്തിലേക്ക് ഗമിച്ചാലും. ഉത്തരവ് മാതാവേ. ഗുണപാഠം. കൗസല്യയുടെ ഈ മാതൃഭാവം എല്ലാ മാതാക്കളും പിന്തുടരുകയാണെങ്കിൽ ശ്രേഷ്ഠമായ ഭാരതത്തിന് സുഖവും ശാന്തിയും സമാധാനവും ശ്രേയസ്സും കൈവരുന്നതാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ശ്രേഷ്ഠ